എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു വരുതേ. അപ്പോൾ മാത്രമേ ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ കമൻറ്റ് തരുന്ന കാര്യത്തിലൊന്നും പിശുക്ക് കാണിച്ച് കളയരുത് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ സാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇപ്പം നമ്മളൊരു വീഡിയോയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെതായ രീതിയിൽ വേണ്ടേ പോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ സമാധാനമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം തിരക്കായതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ മുടങ്ങിയിട്ട് വീഡിയോസൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഈ മാവ് കണ്ടോ, ഇത് ഒരു മാങ്ങാണ്ടി നമ്മൾ കഴിച്ചിട്ടേ സുൽത്താൻ പഴയ വീട്ടിലായിരുന്നപ്പോഴേക്ക് നട്ടതാണ് കേട്ടോ. അപ്പം അതിനെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ബാക്കി നടുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും കായ്ച്ചിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ഉടനൊന്നും കായ്ക്കുന്ന മാവാണെന്ന്. പെട്ടെന്ന് കായ്ക്കുന്ന മാവ് ഏതുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീട്ടിൽ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണേ. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് കയറുമ്പോഴേക്ക് നമ്മളുടെ അടുക്കളയുടെ ഒരു ചുറ്റുപാട് ശരിയല്ലെങ്കിൽ നമ്മുടെ കുക്കിങ്ങിൻ്റെ സർവ്വ മൂടും പോകും. ഞാൻ എൻ്റെ ഒരു സ്വഭാവം പറയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളുടെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ഇതിനു മുൻപ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അടുപ്പ് അങ്ങനെ ശരിക്ക് കത്തുന്നില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ പാത്രങ്ങൾ വെക്കുന്ന യെല്ലോ കളർ കുക്കറൊക്കെ ഇല്ലേ, അതിൻ്റെ അടിഭാഗം നോക്കി അറിയാം കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എടുക്കണത് പോലെ കരി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ നമ്മുടെ ഫേബറിൻ്റെ അതിൻ്റെ മെയിൻ ആളിനെ വിളിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, സർവീസിന് ആളിനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ 2 പേര് ഇതായി ഇപ്പോൾ സർവീസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ അഴിച്ചു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അവർ അഴിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റില്ല ഇതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇവരിപ്പം വന്നിട്ട് ഞാനപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവർ സർവീസ് സെൻറ്ററിൽ നിന്ന് 2 പേരെ വിട്ടത്. അപ്പോൾ അവർ വന്ന് അഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് ആകെ പ്രോബ്ലംസ് ആണല്ലോ, ഇതിൽ കുറേ പാർട്സൊക്കെ ഇങ്ങനെ വാറണ്ടി ഉണ്ട് കേട്ടോ. വാറണ്ടി ഉള്ളതുകൊണ്ട് അതിൽ മാറ്റി കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ വാറണ്ടിയിൽ കുറേ പാർട്സ് അവർ പിന്നെ പോയിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ഫിക്സ് ചെയ്തത്. പിന്നെ ചിലത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ ഇപ്പം നമുക്ക് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 2315 രൂപയായി കേട്ടോ. പിന്നെ വാറണ്ടിയിൽ നല്ലൊരു പാർട്സ് തന്നെ അവർ പറഞ്ഞ നല്ല വിലയുള്ള പാർട്സ് തന്നെ നിങ്ങളുടെ അത് വാറണ്ടിയിൽ ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞോണം വന്ന പയ്യൻ അതൊന്നും പറഞ്ഞുമില്ല. വാറണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും അന്നില്ല എന്ന് ഞാൻ എടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പം നന്നായിട്ട് അവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനി ഇത് കത്തിച്ച് നോക്കിയാൽ മതിയെന്ന്. ഞാൻ നോക്കിയപ്പോൾ മോള് ഭയങ്കര സ്പീഡിൽ അവിടെ നിന്ന് ഇങ്ങനെ അഴിഞ്ഞു വരുന്നുണ്ടേ. അപ്പം അതെന്താണെന്നറിയാൻ ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ദേ നോക്കിക്കേ, എന്നെ കണ്ടതും അത് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടാ. വിളിക്കാതെ വന്ന അതിഥിന്ന് തന്നെ പറയാം. പിന്നെ അകത്തേക്ക് വരത്തില്ല, അവിടെ ഗ്ലാസ് ഡോറല്ലേ, നമ്മളിപ്പം തുറന്നിടത്തൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് അത് ദേ ഈ പാറയിലേക്ക് പിടിച്ചിങ്ങനെ പോവുകയാണ് കേട്ടോ. പക്ഷേ അതിനങ്ങോട്ട് ഗ്രിപ്പ് കിട്ടുന്നില്ല. അതേ ഇനി പാറ ചൂടായിട്ടിരിക്കുന്നത് കൊണ്ടാണോ അതിന് ആ ഒരു ഗ്രിപ്പ് കിട്ടാത്തതെന്നും അറിയത്തില്ല. അത് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ദേഹം പെരുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടിട്ടായിരുന്നു പാവം മോള് പേടിച്ച് ഇങ്ങനെ ഇഴഞ്ഞു വന്നത് കേട്ടോ. അപ്പം ദേ ഇത് നോക്കിക്കേ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുറത്തിറങ്ങുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ സംഭവം. അപ്പം ഇതിനു മുൻപും ഇതുപോലെ ഒരു പ്രാവശ്യം വന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞു ഇത് ചേരയാണ് അല്ലാതെ പാമ്പൊന്നും അല്ല എന്ന് പറഞ്ഞു. ചേരയ്ക്ക് ഭയങ്കര ഓട്ടം കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പം അത്ര ഒരു ഭയം തോന്നാത്തത്. ഇവിടെയൊക്കെ കുറ്റിക്കാട് പോലെ ഉണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് അങ്ങ് ഇഴഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തത്. നമ്മുടെ അടുപ്പിൻ്റെ റിപ്പയറൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ കുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഫ്ലെയിമൊക്കെ നന്നായിട്ട് കത്തുന്നതുണ്ട്. അപ്പം ഞാൻ 1 കിലോ നമ്മളുടെ സെല്ല റൈസാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണേ. വെള്ള സെല്ലയില്ലേ, വൈറ്റ് സെല്ല അത്. അപ്പോൾ ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാൻ അരമണിക്കൂറൊന്നും വെക്കാറില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കത്തേ ഉള്ളൂ. പെട്ടെന്ന് എനിക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കൈപ്പിടി, അതായത് ഒരു 1.5 ഉണ്ട വെളുത്തുള്ളി, അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളത് ഈ ഒരു സൈസിലുള്ള ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് വിനാഗിരി. ഇത് ഇത്രയും കൂടി ഒഴിച്ച ശേഷം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി,
പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും നമ്മൾ ഈ അരച്ചെടുത്ത ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചതിൽ ഈ മസാല പുരട്ടുന്നതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ഓർക്കുന്നോ? കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പലരും ഇതിൻ്റെ റെസിപ്പി കറക്റ്റ് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന്. അപ്പം മസാലപ്പൊടികൾ ഒരുപാട് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യത്തില്ല കേട്ടോ. കുറച്ച് ഇപ്പം ഞാൻ ചേർത്ത് അത്രയും മസാലപ്പൊടിയേ ഉള്ളൂ. പിന്നെ നമുക്ക് മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു ക്യൂബ് ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 കിലോ ചിക്കനാണ് എടുത്തത്. കഴുകി വൃത്തിയാക്കിയ ശേഷം അതായത് ക്ലീൻ ചെയ്ത ശേഷം അത് കുറയും കേട്ടോ. അപ്പം എന്താ ഇത് മസാലയൊക്കെ ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കണത് അത്രയും വളരെ കുറച്ച് മസാലപ്പൊടികളെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാവൂ, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ ഇപ്പം നന്നായിട്ട് ഫ്ലെയിം വരുന്നുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കയ്ക്ക് തിള വരാറാവുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഓയിൽ ഒഴിക്കണമെന്ന് വെച്ചാൽ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ ഒരു ക്യൂബ് മാഗി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മന്തിയാണ് കേട്ടോ. നമുക്ക് അധിക സമയമൊന്നും എടുക്കത്തേ ഇല്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. പിന്നെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തിള വരാറാകുന്ന ആ സമയത്തെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 കിലോ അരി എടുത്തത് കൊണ്ടാണ് ഇത്ര അധികം വെള്ളം ഇതിലേക്ക് ഒഴിച്ചത്. അപ്പം നിങ്ങൾ എടുക്കണ അരിയുടെ പാകത്തിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ. അപ്പം ഇനിയിപ്പം ഞാൻ പ്രഷർ കുക്കർ എടുത്തു വെച്ചു. ഞാൻ എപ്പോഴും ഈ 1 കിലോ റൈസിനാണെങ്കിലും ഇതുപോലെ 2 കുക്കർ എടുത്തു വെച്ചിട്ടാണ് റെഡിയാക്കണത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വീതം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇത് കൂടുതലല്ലേ എന്ന് പലർക്കും തോന്നും. കൂടുതലൊന്നും അല്ല കേട്ടോ, ഇത്രയും ഓയിൽ വേണം ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇതുപോലെ ഇട്ട് കൊടുക്കാം. രണ്ടും എടുത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒരേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഏലക്കായും ഇതുപോലെ ഇട്ട് കൊടുക്കണം, പട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഓയിൽ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചെടുത്താൽ മതി, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് നമുക്ക് മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഞാൻ 1 ക്യൂബ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ വലിയ കുക്കറിൽ ഞാൻ 1.5 ക്യൂബ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ആ ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഞെരിങ്ങി നമ്മളിത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അത് നല്ല ഫ്രീ ആയിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് 2 പ്രഷർ കുക്കർ എടുത്തിട്ട് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. എനിക്ക് ഇതാണ് എപ്പോഴും കംഫർട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ഇത്രയും മാത്രമേ ഒഴിക്കത്തുള്ളേ. അപ്പോൾ ഇതേ 2 കുക്കറിൽ ഞാനിവിടെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നോളും. അപ്പം ഇപ്പം 1/2 കിലോ റൈസൊക്കെ ആണെങ്കിൽ നമുക്ക് 1 കുക്കറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. ഒന്നിന് പുറത്ത് ഒന്നായിട്ട് വെച്ച് കൊടുക്കരുതേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 കുക്കർ എടുത്തിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേഗിനൊക്കെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് നിരത്തി തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പമാണ്. പിന്നെ ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ അത്, ഉണക്ക നാരങ്ങ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എവിടെ കിട്ടും എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് ഈ കടകളിൽ, സൂപ്പർ മാർക്കറ്റിലും സാധാ കടകളിൽ പോലും, പലചരക്ക് കടകളിൽ പോലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അരി കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കാവാനും പാടില്ല. എന്നാൽ നമ്മൾ ഈ അരി എടുക്കുമ്പോഴേക്കും ഇങ്ങനെ നമുക്ക് പൊട്ടി വരുന്ന ആ ഒരു പരുവമാണ് വേണ്ടത് കേട്ടോ. ബാക്കി നമ്മൾ കുക്കറിൽ കിടന്ന് ഇത് വേകാനുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് അരി ഇതുപോലെ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിലുണ്ടെന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അരി ഇട്ടിട്ട് നമ്മൾ അമർത്തി കൊടുക്കരുതേ. പിന്നെ ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് സാഫ്രോൺ ആണ്. ഞാൻ സാഫ്രോൺ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ യെല്ലോ പെർമിറ്റഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ റെഡ് യെല്ലോ പെർമിറ്റഡ് ഫുഡ് കളറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മന്തി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത്
സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ മീതെ ഇതുപോലെ ഒന്ന് റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ കുക്കറിലും ഞാൻ ഇതുപോലെ തന്നെ ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം അരി വേകുന്ന ആ ഒരു പരുവം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് വെന്തു പോരുത്. വെന്തു പോയി കഴിഞ്ഞാൽ ഇതിനിപ്പം കുക്കറിൽ ഇരുന്ന് വേകാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനുള്ളത്. പിന്നെ ഇതിൽ മസ്റ്റായിട്ട് നിങ്ങൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഈ കിട്ടുന്ന ആ ഒരു മന്തിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ അരി ബസ്മതി സാധാ റൈസിനെക്കാളും ഈ റൈസ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളി മന്തി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പം കണ്ടില്ലേ, ഞാൻ ഞെരുക്കി എടുത്ത് റൈസ് വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഏത് രീതിയിലാണ് റൈസ് ഇതിലേക്ക് ഫില്ല് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം എളുപ്പമാണ്. അപ്പോൾ ആകെ നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന അത്രയും സമയം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വലിയ പാടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാങ്ങിക്കുന്ന സോസ് ഇതുപോലെ ഫുഡ് കളറൊക്കെ ആണെങ്കിലും പെർമിറ്റഡ് ഫുഡ് കളർ ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ. ലോക്കലായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ ചാർക്കോൾ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നല്ല ഒരു പുക വരുന്നുണ്ട്. പുക പോവാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് ആ പ്രഷർ കുക്കർ അടച്ചിട്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ സ്റ്റീമൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. മന്തി റൈസിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല ഒരു സ്മോക്കി സ്മെല്ലാണ് കിട്ടുന്നത്. അപ്പോൾ ആ സ്മോക്കി സ്മെല്ല് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ചാർക്കോൾ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ. എൻ്റെ അടുത്ത് പല വീഡിയോയിൽ ഞാൻ കാണിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇതുമൊക്കെ നമ്മൾ ഈ വിറക് കിട്ടത്തില്ലേ, ആ കടകളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ സ്റ്റീം പോവാത്ത രീതിയിൽ പ്രഷർ വെയിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒറ്റ വിസിൽ കേൾക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 3 തക്കാളി, 1 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഷാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് എടുക്കാം. അപ്പം ഇതിനിടയ്ക്ക് വിസിലടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അതിന് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പം ഈ മന്തിക്ക് പറ്റിയതാണ് ഈ ഷാത്ത എന്ന് പറയുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അകാറയുടെ ചോപ്പറിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടിട്ടില്ലേ മന്തിക്ക് അവർ സൈഡായിട്ട് തരുന്നത്, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടാൻ വിട്ടുപോരുത് കേട്ടോ. അത് മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷാത്തെ കാണിച്ചപ്പോഴേക്കും അതിൻ്റെ റെസിപ്പി വേണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം സ്റ്റീം പോയ ശേഷം ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. നല്ല മണമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രഷർ കുക്കറിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ ആ ഒരു സ്റ്റീമൊന്നും വെളിയിൽ പോകാത്ത രീതിയിലല്ലേ. അപ്പം അടിപൊളി മണമാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ഫോർക്ക് കൊണ്ട് വേണം ഇത് ഒന്ന് ഇളക്കി എടുക്കാനുള്ളത് കേട്ടോ. അപ്പം ഇത് വെന്ത് പോവേ അല്ലെങ്കിൽ കുഴഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നമ്മൾ അരി വേവിച്ച് അതേ പാൻ കഴുകി എടുത്തിട്ട് അതിലേക്ക് തന്നെ ഇതൊന്ന് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കണ്ടോ, എല്ലാം കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത ശേഷമേ കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് ഒട്ടിപ്പിടിക്കുക വേറൊന്നും ചെയ്യത്തില്ല. കണ്ടോ, നല്ല പരുവത്തിൽ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചെങ്കിലും കണ്ടോ, ചിക്കനൊക്കെ വെന്ത് വന്നിരിക്കുന്നുണ്ടോ. ഒറ്റ വിസിലേ കേൾക്കാവൂ, കൂടുതൽ വിട്ട് വേവിച്ച് കളയരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പം ഞാൻ അടുത്ത കുക്കറും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതും ഇതിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ. കണ്ടോ, ഒരേപോലെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ വയ്യ കേട്ടോ, അത്രത്തോളം മണമാണ്. അതുപോലെ തന്നെ മന്തി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ചിക്കൻ മന്തിയാണോ, മട്ടനാണോ, ബീഫാണോ, മന്തിയിൽ ഏതാണ് ഇഷ്ടമുള്ളതെന്നുകൂടി പറയുക കേട്ടോ. ഇനി ഇൻഷാല്ല ഞാൻ ബീഫ് മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ബീഫും മട്ടണും മന്തി തയ്യാറാക്കണത്. ഈ ഒരു രീതിയിലല്ല കേട്ടോ. അപ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഷാത്തയും ഈ ഒരു മന്തിയും അടിപൊളി കോമ്പിനേഷനാണ്. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.